ഫൈനലി നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗിന് ഒരു ടൈറ്റിൽ സ്പോൺസറിനെ കിട്ടിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ വർഷം സ്പോൺസർ ഇല്ലാതെയാണ് നമ്മുടെ ആ ഒരു ഇന്ത്യൻ സൂപ്പർ ലീഗ് നടന്നത്. എന്തായാലും ഇപ്രാവശ്യം ഫൈനലി നമുക്ക് ആ ഒരു സ്പോൺസറിനെ കിട്ടിയിരിക്കുകയാണ്. എന്തായാലും ആരാണ് സ്പോൺസർ, അവരുടെ പ്രത്യേകത എന്തൊക്കെയാണ്, അതൊക്കെ അറിയുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനലിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 300 നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ്. എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. ഫൈനലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഒരു ടൈറ്റിൽ സ്പോൺസറിനെ കിട്ടിയിരിക്കുകയാണ്. എന്തായാലും ഇനി മുതൽ മിക്കവാറും നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗ് അറിയാൻ പോകുന്നത് നന്ദിനി ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്നായിരിക്കും. പറയുമ്പോൾ തന്നെ ഒരു ക്രിഞ്ചും ഏതാണ്ടൊക്കെ പോലെ തോന്നുന്നു. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അത് ഓക്കെ ആവുമെന്ന് വിചാരിക്കുക. കാരണം എപ്പോഴും ഈ ഒരു ഫസ്റ്റ് പേര്, ഇത് ടൈറ്റിൽ സ്പോൺസറിൻ്റെ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ ഫസ്റ്റ് കേൾക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഇതാണ്. പക്ഷേ അതിങ്ങനെ ഇട്ട് പോകുമ്പോൾ അത് ഓക്കെ ആവുമെന്ന് വിചാരിക്കാം. നന്ദിനി എന്ന് പറയുന്ന ഒരു കർണാടക ബേസ്ഡ് ഡയറി കോപ്പറേറ്റീവ് കമ്പനിയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ സ്പോൺസറായിട്ട് വരുന്നത്. ഇവർ ചില്ലറക്കാരൊന്നുമല്ല. പേര് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുക അയ്യേ ഇതെന്തോ സംഭവം. ഒരു ചില്ലറക്കാരല്ല. ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഡയറി കോപ്പറേറ്റീവ് കമ്പനിയാണ് ഇവർ. കർണാടകയിലെ 90% ഡയറി പ്രോഡക്ട്സ് ഇവരുടെയാണെന്ന് പറയാം. അതായത് ആ ഒരു കർണാടക മാർക്കറ്റിൻ്റെ ആ ഒരു ഡയറി മാർക്കറ്റ് ഭരിക്കുന്നത്, അതായത് ഈ ഒരു പാലുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഗീ, ബട്ടർ അങ്ങനെയുള്ള സംഭവങ്ങൾ ഇതെല്ലാം കർണാടകയിൽ ഭരിക്കുന്നത് ഈ ഒരു നന്ദിനിയാണ്. എന്തായാലും ഇത് കൂടാതെ ഹൈദരാബാദ്, ചെന്നൈ, മുംബൈ, ഗോവ തുടങ്ങിയ സ്ഥലങ്ങളിലുണ്ട്. കേരളത്തിൽ അധികം ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ആരും അറിയാത്തത്. ഏതാണ്ട് 21,000 കോടിയാണ് ഇവരുടെ നെറ്റ്വർത്ത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ടോപ്പ് 5 ഫുഡ് പ്രോഡക്റ്റ് കമ്പനികളിൽ ടോപ്പ് 5 ഇവരുള്ളത്. ഇവർക്ക് കിട്ടുന്ന ആ ഒരു റവന്യൂ മറ്റ് സംഭവങ്ങൾ ഇവരിൽ ടോപ്പ് 5. സോ എന്തായാലും വളരെ മികച്ചൊരു ടൈറ്റിൽ സ്പോൺസർ തന്നെയാണ് നന്ദിനി എന്ന് പറയുന്നത്. നമുക്കറിയാം കേരളത്തിൽ ഇവരില്ലാത്തതുകൊണ്ടാണ് നമുക്കധികം ഇവരെ അറിയാത്തത്. കർണാടക ഭരിക്കുന്നവരാണ്. പിന്നെ ചെന്നൈ, ഗോവ അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഈ ഒരു ഇവരുടെ ആ ഒരു കമ്പനിയുണ്ട്. ഇവരുടെ പ്രോഡക്റ്റ്സൊക്കെ വിൽക്കുന്നുണ്ട്. സോ എന്തായാലും അത്യാവശ്യം നല്ലൊരു, ആ പേരിൽ മാത്രമേ ഉള്ളൂ കുറച്ച് നന്ദിനി എന്നുള്ള ഒരു ലോക്കൽ പേര്. ബാക്കിയെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരു ടോപ്പ് കമ്പനി തന്നെയാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. ഇപ്രാവശ്യത്തെ T20 വേൾഡ് കപ്പിൽ സ്കോട്ട്ലാൻഡ് ടീമിൻ്റെ സ്പോൺസർ കൂടിയായിരുന്നു ഇവർ. അവരുടെ ഷർട്ടിൻ്റെ സൈഡിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും നന്ദിനി എന്ന ആ ഒരു ലോഗോയും സംഭവങ്ങളൊക്കെ. സോ എന്തായാലും അത്യാവശ്യം വലിയൊരു ഗ്രൂപ്പ് തന്നെയാണ് ടൈറ്റിൽ സ്പോൺസറായിട്ട് വന്നിട്ടുള്ളത്.